അറിയുന്നല്ലോ ദൈവം അറിയുന്നല്ലോ എന്റെ ഭാവി ആകനാഥൻ അറിയുന്നല്ലോ എന്തിനായി ഞാൻ ചിന്തകളാൽ കലങ്ങിടുന്നു എന്തിനായി ഞാൻ ചിന്തകളാൽ കലങ്ങിടുന്നു. അങ്ങനെ അവർ രണ്ടുപേരും ബേത്ലഹേം വരെ നടന്നു. എലീമേലെക്കിന്റെ കുടുംബം മോവാബിലേക്ക് പോയതിനെ കുറിച്ച് നാം വായിക്കുന്നത് മോവാബ് ദേശത്ത് പരദേശിയായി പാർപ്പാൻ പോയി എന്നാണ്. അതുപോലെ ഇവിടെയും അവർ ബേത്ലഹേമിലേക്ക് പോയി എന്നെഴുതിയാലും മതിയായിരുന്നു. എന്നാൽ ഇവിടെ പോയത് എങ്ങനെയെന്ന് പരിശുദ്ധാത്മാവ് വ്യക്തമായിട്ട് ചേർത്തിരിക്കുകയാണ്. ബേത്ലഹേം വരെ നടന്നു. പോയി എന്നുള്ളതും നടന്നു എന്നുള്ളതും വളരെ വ്യത്യസ്തങ്ങളായ രണ്ട് കാര്യങ്ങളാണ്. സദൃശവാക്യം 1:15 മകനെ നീ അവരുടെ വഴിക്ക് പോകരുത്, മകനെ നീ ജ്ഞാനത്തോടെ പെരുമാറണമെന്നും ഭോഷത്വം ചെയ്യരുത് എന്നും 7-ാം വാക്യത്തിൽ പറഞ്ഞതിന് ശേഷമാണ് ഇത് പറയുന്നത്. എന്നിട്ട് 17 പറയുകയാണ്, പക്ഷി പോലും വിവേകത്തോടെ പെരുമാറുന്നു, വല വിരിക്കുന്നത് കണ്ടാൽ അത് അങ്ങോട്ട് പോകയില്ല എന്ന്. പക്ഷി കാണെ വല വിരിക്കുന്നത് വ്യർത്ഥമല്ലോ എന്ന് നാം കാണുന്നുണ്ട്. അങ്ങനെ പോയി എന്നത് ദൈവത്തോട് അകലുന്നതിൻ്റെ ഒരു സൂചനയായി ചിന്തിക്കുന്നതിൽ തെറ്റില്ല. നടന്നു എന്ന് പറയുമ്പോൾ അതിന് കൂടുതൽ വ്യക്തതയുണ്ട്. ഓരോ സ്റ്റെപ്പും ഓരോ ചുവടും കണക്കിൽ പെടുന്നതാണ്. ഓരോ ദിവസത്തെ ഓരോ ചെയ്തികളും വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു സ്റ്റെപ്പ് നാം എടുത്തു വയ്ക്കുന്നത് തെറ്റിയാൽ അടുത്തത് വീഴ്ചയാണ് സംഭവിക്കുന്നത്. നാം വയ്ക്കുന്ന കാൽച്ചുവടുകളെ പോലെ തന്നെ പ്രാധാന്യമുള്ളതാണ് ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും. ഓരോ ചുവടും വളരെ കരുതലോടും വളരെ പ്രാർത്ഥനയോടും കൂടെ വയ്ക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഉൽപ്പത്തി 5:24 ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു എന്ന് നാം കാണുന്നു. അത് കേവലം ഒരു യാത്രയോ ഒരു പോക്കോ അല്ലായിരുന്നു. ഓരോ സ്റ്റെപ്പും ദൈവഹിതപ്രകാരമായിരുന്നു. അവൻ്റെ കുടുംബ ജീവിതവും അവൻ്റെ മറ്റെല്ലാ രംഗങ്ങളും ദൈവഹിതപ്രകാരമായിരുന്നു. എബ്രായ ലേഖനം 11:5 നാം വായിക്കുന്നത്, അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചു എന്ന് അവൻ എടുക്കപ്പെടുന്നതിന് മുമ്പേ സാക്ഷ്യം പ്രാപിച്ചു എന്നാണ്. അത് പ്രകടമായി മറ്റുള്ളവർ അത് സാക്ഷ്യപ്പെടുത്തി. എൻ്റെ പ്രിയമുള്ളവരെ, അങ്ങനെ അവർ രണ്ടുപേരും ഒന്നിച്ച് നടന്നു എന്ന് പുല്ലിംഗത്തിൽ വളരെ പ്രാധാന്യത്തോടെ രേഖപ്പെടുത്തിയതുപോലെ നമ്മുടെ ജീവിതത്തെക്കുറിച്ചും സാക്ഷ്യപ്പെടുത്തുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഒരു ചോടു വയ്പാൻ മാത്രമിട കാണുന്നു ഞാൻ, ആയതു മതിയേനിക്കു
ശേഷമെല്ലാം ദൈവഹിതം ആയതു മതിയെനിക്കു. ശേഷമെല്ലാം ദൈവഹിതം.